സ്റ്റോറി ഇടുന്നു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ്, ഓൾ ടുഗദർ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ നേരെ അവരുടെ മുന്നേ ക്യാമറ തിരിച്ച് കാപ്പി കാപ്പി എന്നൊക്കെ പറയാ, ഇത് അവരെ മുന്നിലേക്ക് ക്യാമറ വെച്ചിട്ടില്ലല്ലോ. അല്ല അത് നമുക്ക് കാണണല്ലോ. ഇത് ടൈപ്പ് ആയിട്ടില്ല. ഏതാണ് വീഡിയോ? ഇതൊരു കാപ്പി കാരണമാണ് ഇതെല്ലാം നടക്കുന്നത്. ഫ്ലൈറ്റ് അതാ ഫ്ലൈറ്റ് കയറിയ വീഡിയോ ഏതാ? മോളില് ഇതാണ് ഇതല്ലേ? അതെ എവിടെല്ലോ പോയിട്ട് ഇരിക്കുന്നുണ്ട്. ശരത് ബോയ് എന്താ പറയുന്നത്? മധുരമുള്ളതാ ഇവിടെ ചായ സ്ക്രീന് മനസ്സിലാക്കി മേലിന് മൊത്തം കടിയുന്ന ഇതെന്തെന്ന് സംഭവം? ഒരു വട്ടം പറഞ്ഞു ഇതാണ് ശരി. ചേച്ചി കട്ടൻ ചായ ഉണ്ടാന്ന് വെച്ചാൽ 200 rupees എന്നാണ് പറയേണ്ടത്. കട്ടൻ ചായ ഇല്ല അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ട്, അപ്പൊ ചോദിക്കും എത്രയാ. അത്രയും ചോദിച്ചാൽ മാത്രമല്ലേ പൈസ പറയേണ്ട കാര്യമുള്ളൂ അല്ലേ? അതല്ല അതിന്റെ രീതി. ഇവർക്ക് ഇത്രയും സ്റ്റാൻഡേർഡ് ആണെന്നും ഇത്രയും ഓട്ടോക്കാര് അല്ല ഇത്രയും സ്റ്റാൻഡേർഡും ഭയങ്കര ഇതുള്ള ആൾക്കാരാണെങ്കിൽ തിരിച്ച് മാനേഴ്സ് കാണിക്കേണ്ടത് എങ്ങനെയാ? സംഭവം മമ്മു ഇത് തന്നെ. മമ്മു ശരിയാണ്, മമ്മു ബാമ്പു പോയാന്ന്. മമ്മുക്ക് സിവിക് സെൻസ് ഇല്ല, മമ്മുവിന് ബുദ്ധിയില്ല, ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കും. പക്ഷെ സ്റ്റിൽ അങ്ങോട്ട് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണേ. അവള് 200 rupees പറഞ്ഞപ്പോ എനിക്ക് പൊട്ടി. ഞാൻ പറഞ്ഞു എടാ മമ്മു നീ വേണേ നീ എന്താന്ന് വെച്ചാൽ മേടിച്ചോ, ഓള് പറയുന്നത് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് കട്ടാന്നട്ടാ, ഇത് അവിടെ നിന്ന് കട്ടാക്കിട്ടോ. ഇത് വീഡിയോ കട്ടാ, അവരവിടെ ഇല്ലയോ? അവരപ്പുറത്ത് അങ്ങോട്ടേക്ക് പോയി. ഇത് കണ്ടോ, ഇത് വീഡിയോ കട്ടാ. ഇവിടുന്ന് ഈ ചെരിന്ന് വാങ്ങണ്ടോ? ഇപ്പൊ ആ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഇവന്റെ തൊട്ടപ്പുറത്തുണ്ട്. ശരിയാ? ഇവിടുന്ന് വീഡിയോ കട്ടായി. എന്റെ അടുത്ത സീനിൽ ഇങ്ങനെ ചെരിയുന്നത് കാണിക്കുന്നത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള സീനായത്. ഇവൻ ചൂട് കട്ടനുണ്ട് ചൂടില്ലാത്തുണ്ടെന്ന് പറയുമ്പോൾ അപ്പുറത്ത് വേറെ കസ്റ്റമറിനെ ഡീൽ ചെയ്യാന്ന് മനസ്സിലാവും. ഒരു 4 സീറ്റ് അപ്പുറത്തേക്ക് പോയി. അപ്പൊ അവരെ മുഖത്തേക്ക് ക്യാമറ പിടിച്ചിട്ട് അല്ല ഇത് പറയുന്നത് മനസ്സിലായി. നമ്മളെ ഫണ്ട് അവിടെ കാണിക്കുന്നത്. അതിനെന്താ ക്യാബിൻ ക്രൂ ഓവറാണ്. അത് നമുക്കറിയണ്ടായിരുന്നു. ക്യാബിൻ ക്രൂ ഓവറായിക്കോട്ടെ, വിവരമില്ലായ്മ ഒരു തെറ്റ് തന്നെയാണ്. അത് കാര്യം, അത് സീക്രട്ട് ആയിട്ട് പറഞ്ഞ കാര്യം. വിവര ഇല്ലായ്മ ഒരു തെറ്റ് തന്നെയാണ്. അല്ല ഇവൻ ബാമ്പു പോയി കാര്യം പറയാല. ഇവന് എന്ന് പറഞ്ഞാൽ ശരിക്കും സീരിയസ്ലി ഇവനൊരു കാട്ടുന്ന ഒരു ആദിവാസി ആദ്യമായിട്ട് നാട്ടിൽ വരുന്ന പോലത്തെ ഒരാളായിട്ട് ഇവനെ നമ്മൾ കാണണം മനസ്സിലാ. അല്ല ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നല്ല. ഇൻസൾട്ടിങ് ആദിവാസി ഗ്രൂപ്പ് അങ്ങനല്ല. ആദിവാസി മോനെ ആദിവാസി അടുത്ത ഇഷ്യൂ ആദിവാസികളെ പറയണ്ട. എടാ മുത്തേ, ഞാൻ ഉദ്ദേശിച്ചത് ഇവൻ ഒരു ആദിവാസി, ഒരു പ്രോപ്പർലി ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു ആദിവാസി അല്ലെങ്കിൽ ടൗണുമായിട്ട് ബന്ധമില്ലാണ്ട് ജീവിക്കുന്ന ആദിവാസി ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നാട്ടിലേക്ക് കയറി വന്ന അവരെ ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഇരിക്കും. അതുപോലെ ഇവനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. ഇനി അടുത്തത് ആദിവാസി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അടുത്ത് ഇറങ്ങും. പോടാ ലോട്ടെ. മനസ്സിലായില്ലേ? ഈ ജനറേഷനിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തില് ലൈവ് സ്ട്രീമിംഗ് അടക്കം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചായ കാപ്പി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒച്ചയും വിളി ഉണ്ടാക്കും. ഇവൻ ഇത്ര ഫേമസ് ആയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവനെ ബലിങ്ങനെ മുകളിൽ കാണല്ല. സംഭവം ഇവൻ ഫേമസ് ആണ് ശരിയാ, പക്ഷെ ഇവന് ബുദ്ധിയില്ല. ഓക്കെ, ഇവൻ സ്ട്രീം ചെയ്യലുണ്ട് ശരി, ഇവൻ സോഷ്യൽ മീഡിയയിലുണ്ട്, ഇവൻ സ്ട്രീം ചെയ്യലുണ്ട്, ഇവന് കുറെ ഫാൻസ് ഉണ്ട്, ഇവന് കുറെ വ്യൂസ് ഉണ്ട്. പക്ഷെ ഇവൻ മമ്മു ആണെന്ന് നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. സീക്രട്ട് ഏജന്റിനോട് കൂടിയാ പറയുന്നത് ഇവൻ മമ്മു എന്നുള്ള കാര്യം മറക്കരുത്. ഇവൻ മമ്മു ആണ്, മണ്ടൻ മമ്മു. മനസ്സിലായോ? പപ്സ് മമ്മു ക്കണം അല്ലെങ്കിൽ ഇത് കൊടുത്താൽ അത് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പറയാം എന്ത് മമ്മൂനോ അല്ലെങ്കിൽ തൊപ്പിയുടെ ഒപ്പം ബാക്കിയുള്ളവർക്കോ പറയാം ഫ്ലൈറ്റിൽ കയറി എക്സ്പീരിയൻസ് ഇല്ല. ഫ്ലൈറ്റിൽ കയറി എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ
ഫ്ലൈറ്റിൽ കയറുന്ന എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യണം. അത് എൻജോയ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മറ്റേ ബസ് കയറി DJ ലൈറ്റ് ഇട്ട് ചാടി കളിച്ച് കുത്തി പറഞ്ഞ് കളിക്കണ പോലെ അല്ല. ഒരു ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് ഇടണം, നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഇരിക്കണം. അതെല്ലാം നമ്മൾ പാലിച്ചിട്ടോ. നമ്മൾ അടുത്ത ഫ്ലൈറ്റിന്റെ സേഫ്റ്റി മൊത്തം നമ്മൾ പാലിച്ചു, റൂൾസ് എല്ലാം നമ്മൾ പാലിച്ചില്ല. അടച്ചു വെക്കണം, നിങ്ങളുടെ വിൻഡോ ഷീൽഡ്സ് നിങ്ങൾ പൊക്കി വെക്കണം. അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർ തന്ന എല്ലാവരും അച്ചടക്കത്തോടു കൂടി ഒരു സ്ഥലത്ത് ഇരുത്തി എല്ലാവരും ഇരുന്ന് അതിനൊരു ബേസിക് സാധനമുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഒരു സംഗതി ഫോളോ ചെയ്യുക എന്നുള്ളത് ഒരു ബേസിക് സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവന് ഈ പഠിപ്പിക്കാൻ വേണ്ടിട്ട് അവർ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കോ? അല്ല നമ്മള് സ്കൂളിൽ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ പറയുന്ന പോലെ. അല്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നെങ്കിൽ ഇത് എനിക്ക് തോന്നി ഇത് എഡ്യൂക്കേഷനായിട്ട് ബന്ധമില്ല, ഇത് കോമൺ സെൻസും മാനേഴ്സും എല്ലാം ആയിട്ട് ബന്ധം. അതെങ്ങനെ ഇവന് കൊടുക്കും എനിക്ക് അറിയില്ല. ചാറ്റ് പറ ഇതെങ്ങനെ ഇതെങ്ങനെ ഈ സാധനം കൊടുക്കും എനിക്ക്? അത് എനിക്കൊന്ന് ഒരിക്കൽ പോയിട്ട് ശീലമായപ്പോ ഇതാവുമായിരിക്കും. സ്കിപ്പ് ടോപ്പിക് ഇവനല്ലേ എന്തേലും അവന്റെ പേര്? എടാ നമ്മളൊരു നാട്ടുകാരൻ ചെക്കനുണ്ട്. ഗൈസ് ഓക്കെ എടാ പാടാ മുത്ത ഇൻട്രോഡ്യൂസ് ക്യാമറ റെഡിയാതെ പേടിച്ചിട്ടല്ലേ ഇൻട്രോഡ്യൂസ് ചെയ്യും. ഇതാ ക്യാമറ. ആ ഹായ്. ഇതെന്താ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത്? ഹായ് എന്ന്. ഹലോ വാട്സാപ്പിൽ ഹായ് ആക്കിയില്ല. ഞാൻ ഹായ് ആക്കി. ഇൻട്രോഡ്യൂസ് ചെയ്യണം, പേര് പറ. എന്റെ പേര് മുഹീദ്. ഞാൻ തുപ്പിന നാട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞ ഇത് നമ്മളെ നാട്ടുകാരാണ് ചെക്കൻ. ഇപ്പം ഉള്ള ഒരു മെയിൻ ട്രെൻഡാണ് ഈ ഷൂ ക്ലീനിങ് ഫോം. ഞാൻ ലാസ്റ്റ് ഇട്ട ബ്ലോഗിലും ഒരു കുഞ്ഞ് കുറച്ച് 2-3 ചെറിയ പിള്ളേർ ഷൂ ക്ലീനിങ് ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറേ ആൾക്കാർ ഇത് തുടങ്ങുന്നുണ്ടല്ലോ. അപ്പം മുഹീദ് നമ്മളെ നാട്ടുകാരനാണ്. അപ്പൊ ചെക്കൻ പുതിയൊരു ബിസിനസ് തുടങ്ങിയതാണ്, ഷൂ ക്ലീനിങ് ഫോമിന്റെ ഒരു സ്പ്ലെൻഡോ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇവൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവന് കുറേ ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് എന്നോട് പറയുന്നത്, കുറേ ദിവസമായിട്ട് നമ്മൾ ഇതിന്റെ ടോക്ക് നടത്തുന്നത്. പക്ഷെ ഇവന് എങ്ങനെ പറഞ്ഞിട്ടോ ഇവന് ക്യാമറ ഇപ്പൊ ഇവൻ നിൽക്കുന്ന നോക്കണ്ട, ക്യാമറയുടെ മുന്നിൽ വരാൻ ഇവൻ ചത്താലും ക്യാമറയുടെ മുന്നിൽ വരൂല എന്ന് പറഞ്ഞു തന്നെ എങ്ങനെയല്ലോ മോട്ടിവേറ്റ് ചെയ്ത് അത്രയും